അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും അമലുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ ശത്രുക്കളുണ്ടല്ലോ അല്ലേ? ശത്രുവിനെ അടക്കി നിർത്താൻ പറ്റുന്ന ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അത് ചെയ്തു നോക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, പല ആളുകളും അതിൽ വിജയിച്ചു. കുറേ ആളുകൾക്ക് ഫലം കിട്ടാതെയും പോയിട്ടുണ്ട്. ഫലം തരുന്നത് റബ്ബാണ്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് അത് വർക്കൗട്ടാവും. അങ്ങനെയാണല്ലോ. ഇൻഷാ അല്ലാഹ് ശത്രുവിനെ നേരിടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇസ്മും അതിൻ്റെ കളവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ശത്രുവിനെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുള്ള ശത്രു, ആ ശത്രു നമ്മളെ ഉപദ്രവിച്ചതിന് ശേഷം നേരിട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കാര്യമുണ്ടോ? ആ ശത്രു നമ്മളെ വകവരുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ ശത്രുവിനെ നേരിട്ടത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ശത്രു നമ്മളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അവർ ഉപദ്രവിക്കാതിരിക്കാനും, അതല്ലെങ്കിൽ അവർ ഉപദ്രവിച്ചാൽ അത് നമുക്ക് ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനൊരു തട കെട്ടണം. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ മതിൽ കെട്ടാറുണ്ടല്ലോ. എന്താണ്? നമ്മളെ വീട്ടിലേക്കൊന്നും കയറി വരാതിരിക്കാനാണല്ലോ. നമ്മളെ വീട് നമ്മൾ നല്ല അടച്ചുറപ്പുള്ള വാതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? നമ്മുടെ വീട് ആരും തള്ളി കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓരോ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ശത്രു ആരായിക്കോട്ടെ, ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ചില തർക്കങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലാണ് ശത്രുത ഉണ്ടാവുക. പൈസ കടം കൊടുത്തതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് തല്ലായി, വഴക്കായി, പിന്നെ ശത്രുതയായി. അന്നെ ഞാൻ കാണിച്ചിടാം, അന്നെ ഞാൻ അങ്ങനെ ആക്കോളാം, അന്നെ ഞാൻ അങ്ങനെ ആക്കോളാം എന്നൊക്കെ പറയും പല ആൾക്കാരല്ലേ. അപ്പോൾ ശത്രുത ഉണ്ടാവാൻ വലിയ പാടൊന്നുമില്ല, അല്ലേ? ഏറ്റവും നല്ല രീതിയിൽ നടന്ന ആളുകളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ശത്രുക്കളാവർ. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ശത്രുക്കൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഏത് രീതിയിൽ വന്നാലും ആ ശത്രുവിനെ നേരിടാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ പവിത്രമാക്കപ്പെട്ട പേരുകൾ ഉപയോഗിച്ച്, അതിൽ നല്ല പവർഫുള്ളായ ഒരു പേരാണ്. എന്താണ് ആ പേര്? ആ പേരാണ് യാ ജബ്ബാർ എന്ന് പറയുന്നത്. യാ ജബ്ബാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അടക്കി ഭരിക്കുന്നവൻ എന്നാണ്. അടക്കി ഭരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ അക്രമിയെയും ശത്രുവിനെയും തടുത്തു നിർത്താൻ ഏതൊരാൾക്കും ഈ അമൽ ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ അമൽ ചെയ്യുന്ന ആളുകൾ, ഈ ഇസ്മിൻ്റെ ഈ കളം എഴുതുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ദിക്ർ പതിവാക്കുന്ന ആളുകൾക്ക് വേറെ 2-3 കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതായത്, ഇതിൻ്റെ കളം എഴുതിയാൽ അതൊരാൾ കയ്യിൽ സൂക്ഷിച്ചാൽ അവന് ജനസ്വാധീനം ഉണ്ടാകും. അതായത് മറ്റുള്ളവർ അവനെ ഒരുപാട് സ്നേഹിക്കാനും അവനെ മനസ്സിലാക്കാനും എന്ത് ചെയ്യും? ഈ ഒരു അമൽ കാരണമാണ്. അതുപോലെ തന്നെ ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ ആ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ഗാംഭീര്യം, അവൻ്റെ മുഖത്ത് ഗാംഭീര്യം, അതായത് അവൻ്റെ ശത്രുക്കൾ അവനെ നോക്കുമ്പോൾ അവനൊരു ഗാംഭീര്യം, ആ ഗാംഭീര്യം അവർക്ക് തോന്നലായിരിക്കാം. അള്ളാഹു അത് അവർക്ക് തോന്നിച്ചു കൊടുക്കും. വേണ്ട, അവനായിട്ട് ഇപ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട, അവനിടയിൽ പോയിട്ട് ഇപ്പോൾ തല്ലുപിടിയൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ എല്ലാം പോയിഞ്ഞു പോരും, അവൻ്റെ സ്വഭാവം ഇപ്പോൾ ശരിയില്ല. അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നവർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പിന്നിലേക്ക് വലിഞ്ഞു പോകും. അത്രയും പവറാണ് യാ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിന്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബത്തിലും പുറത്തും അയൽവാസികളിലൊക്കെ ശത്രുക്കൾ ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രു നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞ ഒരാൾക്ക് പറ്റൂല. അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലുത്. നമുക്ക് വല്ല നിഅമത്ത് വരിക, നമുക്ക് വല്ല അനുഗ്രഹങ്ങൾ വരിക, നമ്മളൊരു വാഹനം മേടിക്കുക, വീടുണ്ടാക്കുക, നമ്മുടെ മക്കളൊന്ന് ഉയർന്നു വരിക, പഠനത്തിലൊന്ന് ഉഷാറാവുക, നല്ലൊരു ജോലി കിട്ടുക, ഇതൊക്കെ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നും തീരെ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കുണ്ടാകുന്ന അസൂയ, അവർ പിന്നെ ചെയ്യുന്ന ഓരോ വൃത്തികെട്ട ഓരോ പരിപാടികൾ, ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ചെയ്തു കൂട്ടുന്ന ഓരോ പരിപാടി. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ഈ കളം എഴുതുക നല്ല വൃത്തിയിൽ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പറയുന്ന കളം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വെള്ളിയാഴ്ച ദിവസം നല്ല വൃത്തിയോടുകൂടി ഒളുവോടുകൂടി സുബഹിക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഈ കളം നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കറുപ്പ് മഷി പെന്ന് കൊണ്ട് എഴുതിയിട്ട് നിങ്ങൾ ഈ കളം കയ്യിൽ സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് ഇതെന്ത് ചെയ്യുക? നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ദിവസവും 206 തവണ യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ നിങ്ങൾ മുടങ്ങാതെ ദിവസവും ചൊല്ലുക.
ഇനിയിപ്പോൾ കള എഴുതി വെക്കാൻ പറ്റിയില്ല, ഈ ഇസ്മ ദിവസം ചൊല്ലിയാലും മതി. ദിവസം നിങ്ങൾ ഈ ഇസ്മ ചൊല്ലി മുന്നോട്ട് പോയാലും മതി. ഈ ഇസ്മ ചൊല്ലി പതിവാക്കുന്നവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നല്ല നല്ല അമലുകളും കൊണ്ട് നമുക്ക് ഇനിയും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആരും മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.